നമ്മുടെ ആലപ്പുഴ മണ്ണഞ്ചേരി ജംഗ്ഷനിൽ നിന്ന് നേരെ വടക്കോട്ട് വരുമ്പോഴാണ് അമ്പനാകുളങ്ങര ക്ഷേത്രം. ഈ അമ്പനാകുളങ്ങര ക്ഷേത്രം കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് നഫൂറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കിഡിലൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. അടിപൊളി ഐറ്റംസ് ആണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് എല്ലാം നിങ്ങളെ ഞാനിന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. വരൂ, നമുക്ക് ഒരുമിച്ച് ഈ ഷോപ്പ് മൊത്തം നടന്ന് കണ്ടിട്ട് ഇവിടുത്തെ ഫുഡെല്ലാം കഴിച്ച് നോക്കിയിട്ട് ഇതിൽ ഏറ്റവും ബെസ്റ്റ് ഫുഡ് നിങ്ങൾ ഉറപ്പായിട്ടും ടേസ്റ്റ് ചെയ്തിരിക്കേണ്ടത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇവിടുത്തെ വേറൊരു ഭയങ്കര സ്പെഷ്യാലിറ്റി ഉണ്ട്. നമുക്കൊരു കാപ്പി കുടിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് 4 ചെക്കന്മാർ ചേർന്ന് നടത്തുന്ന റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. എല്ലാം സ്നേഹം പോയി പെണ്ണുങ്ങളെ മാത്രമേ പരിചയപ്പെടുത്തുന്നുള്ളൂ, പെണ്ണുങ്ങളുടെ കട മാത്രമേ ചെയ്യുന്നുള്ളൂ. സ്നേഹം ഒരു ഫെമിനിസ്റ്റ് ആണോ എന്നൊക്കെ ചോദിച്ചവർക്കുള്ള ഒരു കിടിലൻ മറുപടിയാണ്. ഇതിന് മുന്നേയൊക്കെ നമ്മൾ ചെക്കന്മാരുടെ വീഡിയോ ഒക്കെ ചെയ്തിട്ടൊന്നും അത് കണ്ടിട്ടില്ലാത്തവർ ഇതെന്തായാലും കണ്ട് ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഇനി ഇതാണ് മാങ്ങാ തൊലിയാണെന്നും പറഞ്ഞെങ്ങാനും കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഇടി കിട്ടും കേട്ടോ. നല്ല ചൂട് കട്ടൻ കാപ്പിയാണ് കേട്ടോ ഞങ്ങൾ ചിയേഴ്സൊക്കെ പറഞ്ഞ് കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവിടെ ഫ്രണ്ടിൽ തന്നെ കയറി വരുമ്പോൾ തന്നെ കാണാൻ പറ്റുന്ന മനോഹരവും അതുപോലെ തന്നെ അത്ഭുതകരവുമായിട്ടുള്ളൊരു കാഴ്ചയുണ്ട്. വേറൊന്നുമല്ല, ഇത് കോവയ്ക്കയോ പാവയ്ക്കയോ ഒന്നുമല്ല, നല്ല ഒന്നാന്തരം മുന്തിരി വള്ളിയും തേന്മാവും എന്ന് പറഞ്ഞ പോലെ മുന്തിരി വള്ളിയും ഫാഷൻ ഫ്രൂട്ടും തമ്മിലുള്ള പ്രണയമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരിങ്ങനെ പടർന്ന് പന്തലിച്ച് വാതുക്കെ തന്നെ ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ. ഇത് കണ്ടാൽ പിന്നെ ഒരെണ്ണം പറിക്കണമെന്ന് തോന്നില്ലേ? ഒന്നാമത്തെ പരിശ്രമം ചീറ്റി, രണ്ടാമത്തതും ചീറ്റി, പക്ഷെ മൂന്നാമത്തത് നമ്മൾ തോറ്റു കൊടുക്കുമോ? ദാ കിടക്കുന്നടാ എല്ലാം കൂടെ താഴത്ത്. അങ്ങനെ നമ്മുടെ ഓണർ പയ്യൻ അവിടുന്ന് ഇവിടുന്നൊക്കെ തപ്പി എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ കമ്പുണ്ട് ആ മുന്തിരിയുടെ ഒരു കൊല ഞാൻ പറിച്ച് താഴെ ഇട്ടു കേട്ടോ. അതിനകത്തുനിന്ന് ഒരെണ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇത് പച്ചമുന്തിരി അല്ല, എന്നാൽ ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ പച്ചയാണ്. കാരണം ഇത് പഴുക്കാനിരിക്കുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഇതെന്തായാലും മൂത്തിട്ടുണ്ട്, ഏകദേശം പഴുക്കാനായിട്ട് തുടങ്ങുന്ന ഒരു പാകമാണ് കേട്ടോ. ഫോണൊക്കെ നോക്കിയിരുന്ന സമയത്താണ് നമ്മൾ ഇതും കൊണ്ട് ചെന്ന് കൊടുത്തത്. അവനൊട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ. പക്ഷേ എല്ലാവരും കൂടെ ചെന്ന് അവിടുന്ന് മുന്തിരി പറിക്കാൻ ചെന്നിട്ടുണ്ടെങ്കിൽ ഹോട്ടലുകാരൻ നിങ്ങളുടെ കൈ വെട്ടും കേട്ടോ. അപ്പോൾ കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് പറഞ്ഞ പോലെ ഈ കിട്ടിയ മുന്തിരിക്കും ഇച്ചിരി പുളിയായിരുന്നു കേട്ടോ. മതി സ്നേഹ, വാചകം അടിച്ച് വെറുപ്പിക്കാതെ വേഗം ഞങ്ങളെ ഹോട്ടലൊക്കെ കാണിച്ചത്, ആ ഫുഡൊക്കെ കാണിച്ചതായിരുന്നല്ലേ? ഇപ്പം കാണിച്ചു തരാവേ. ഇതാ നഫൂറ ഹോട്ടലിൻ്റെ പ്രകൃതി മനോഹരമായ അതുപോലെ കിഡിലനായിട്ടുള്ള ആംബിയൻസ് ഉള്ള ഒരു റെസ്റ്റോറൻറ്റ്. അതുപോലെ സീറ്റിംഗ് ആയിക്കോട്ടെ, ഡൈനിങ് ടേബിളുകളൊക്കെ ആയിക്കോട്ടെ, അടിപൊളി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ട്സായിട്ടോ ഫാമിലി ആയിട്ടോ ഒക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ നല്ല ചില്ലായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിക്കാനും അതുപോലെ എൻജോയ് ചെയ്യാനും പറ്റുന്ന നല്ല ഓപ്പൺ അറ്റ്മോസ്ഫിയർ വേണമെങ്കിൽ അതും അവൈലബിൾ ആയിട്ടുള്ള അടിപൊളി ഒരു റെസ്റ്റോറൻറ്റ് കേട്ടോ. അപ്പോൾ കാണാനുള്ള മനോഹാരിത മാത്രമല്ലല്ലോ ഒരു ഹോട്ടലിൻ്റെ പ്രധാന പ്രത്യേകതയായിരിക്കേണ്ടത് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് കിട്ടുന്ന ഫുഡും അതുപോലെ തന്നെ മനോഹരമാണെങ്കിലേ നമുക്ക് ഇവിടേക്ക് ചെന്ന് കഴിക്കാനായിട്ട് തോന്നത്തുള്ളൂ അല്ലേ. അപ്പോൾ വിശാലമായിട്ട് ഇങ്ങനെ നിരന്ന് കിടക്കുന്ന കസേരകളും ടേബിളുകളും ഉള്ള നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള 3 വിഭവങ്ങളാണ് ഞാൻ ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും ഇതിന് മുന്നേ ഒരു തവണ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഭക്ഷണമൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ കസ്റ്റമേഴ്സിനോടും ഒക്കെ നമ്മൾ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ നഫൂറയുടെ സ്പെഷ്യൽ എന്ന് അവകാശപ്പെടുന്ന 3 ഐറ്റംസ് നമുക്ക് പരിചയപ്പെടാം. ഒരൊറ്റ മിനിറ്റ്. ഡയറക്റ്റ് സൺലൈറ്റ് വരാൻ വേണ്ടിയിട്ട് മുകളിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ടൊക്കെ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു റൂഫൊക്കെ ഉള്ള സ്ഥലമാണ് നമ്മുടെ നഫൂറയിലെ ആ ഒരു ഓപ്പൺ സ്പേസ് എന്ന് പറയുന്ന ഏരിയ കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് മുകളിൽ നിന്ന് ഒരു രീതിയിലുള്ള സാധനങ്ങളും താഴേക്ക് പതിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് അതുപോലെ തന്നെ മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിലും സേഫ് ആയിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റും. ഇവിടെ തകൃതയായിട്ട് അരിയോടരി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കിച്ചണൊക്കെ ആവുമ്പോൾ ഇതൊക്കെ തന്നെയാണല്ലോ കാഴ്ചകൾ അല്ലേ. എന്നാ പോട്ടെ, വാ നമുക്ക് പാചകത്തിലേക്ക് കിടക്കാം. ഇവിടെ നഫൂറ സ്പെഷ്യൽ വൈറ്റ് സോസ് പാസ്തയാണ് റെഡി ആവാനായിട്ട് പോകുന്നത്. അടിപൊളി എന്ന് പറഞ്ഞാൽ കിഡിലൻ ചൈനീസ് ഐറ്റംസും അതുപോലെ തന്നെ അറബിക് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന നമ്മുടെ കിഡിലൻ റെസ്റ്റോറൻറ്റ് തന്നെയാണ് കേട്ടോ നഫൂറ. അപ്പോൾ ഇവിടുത്തെ ഈ പാസ്തയ്ക്ക് ഭയങ്കര ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് അന്വേഷിച്ച് വരുന്ന, കുട്ടികളും മുതിർന്നവരൊക്കെ ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു വൈറ്റ് സോസ് പാസ്തയ്ക്ക് നല്ല ഒന്നാം തരം ക്രീമും അതുപോലെ ചീസും ഒക്കെ കൂടെ മിക്സിംഗ് ആയിട്ടുള്ള ഒരു കിഡിലൻ ടേസ്റ്റ് ആണെന്ന് തോന്നുന്നു. എന്തായാലും കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കഴിച്ചും കൂടെ നോക്കിയിട്ട് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഐറ്റം റെഡിയായി നമ്മുടെ പ്ലേറ്റിലേക്ക് അണിഞ്ഞൊരുങ്ങി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഐറ്റം നമ്മുടെ ടേബിളിലേക്ക് വന്നിരിക്കുന്നുണ്ട്. ഇനി നമുക്കങ്ങ് കഴിച്ചു നോക്കാം. അപ്പോൾ നല്ല ഒന്നാന്തരം ക്രീമി അടിപൊളിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സാധനത്തിനെ നമ്മുടെ ഫോർക്ക് വെച്ച് ഇങ്ങനെ
എടുത്തിട്ടാണ് ഇങ്ങനെ കഴിക്കേണ്ടത്. ലിപ്സ്റ്റിക്ക് പോകുമെന്ന് വിചാരിച്ച് വളരെ സേഫായിട്ടാണ് കേട്ടോ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്നേഹ എന്താ ഇങ്ങനെ കഴിക്കുന്നതെന്നൊന്നും ചോദിച്ചേക്കരുത്. ചില ഫുഡിൻ്റെയൊക്കെ ടേസ്റ്റ് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവില്ലേ? ആ സ്മെല്ലും ആ ഒരു കാഴ്ചയിൽ തന്നെ എനിക്ക് എന്തായാലും ഇതിൻ്റെ ഏകദേശ ടേസ്റ്റ് മനസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ആ ഒരു ടേസ്റ്റ് തന്നെയാണ്. നമ്മുടെ ക്രീമി ഓണിയൻ ഫ്ലേവറിലുള്ള അടിപൊളി നല്ല ടേസ്റ്റ്. ഒന്നും പറയാനില്ല. ഞാൻ എത്ര പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കത്തില്ല. പക്ഷെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇവിടുത്തെ പാസ്തയുടെ ഫാൻസ് ആണെന്നുള്ളതിൽ സംശയവും വേണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് അടുക്കളയിൽ പോയി പ്രിപ്പയർ ചെയ്യിപ്പിച്ച് കഴിക്കുകയാണ്. ഫ്രഷായിട്ട് അപ്പം തന്നെ ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്നെ അടുക്കളയിൽ കണ്ടിട്ടില്ലല്ലോ. നിങ്ങളൊക്കെ പറയുന്ന കാരണം തന്നെ എൻ്റെ ഈ ഹെയറും വെച്ചുകൊണ്ട് ഇപ്പോൾ എന്തായാലും കെട്ടി വെച്ച് അതിനകത്ത് കയറാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ കയറിയിട്ടില്ല. പകരം ദേ ഇവിടേക്ക് കറങ്ങി അടിച്ച് നടക്കുവാണ് കേട്ടോ. അവിടെ ഇവിടെയും ചിരണ്ടിയൊക്കെ ഞാനിങ്ങനെ കറങ്ങി അടിച്ച് ഇവിടെ നടക്കുവാണേ. നമ്മുടെ ക്യാമറമാൻ മാത്രം പോയിട്ടാണ് അടുക്കളയിലെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നിലവിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന ഐറ്റം വേറൊന്നുമല്ല, നമ്മുടെ ഡ്രാഗൺ ചിക്കനാണ്. ആദ്യം ആ ഒരു ഷേപ്പിൽ ചിക്കൻ വറുത്ത് കോരുന്ന കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? അപ്പോൾ ഈ ഡ്രാഗൺ ചിക്കന് വേണ്ടിയിട്ടുള്ള വെജീസും മറ്റുള്ള സാധനങ്ങളും ഒക്കെ ഇവിടെ കത്തി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, കത്തി പിടിക്കുന്നത് തീ ഇങ്ങനെ. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് മസാലയും സോസും ഒക്കെ ഇങ്ങനെ ആഡ് ചെയ്തിട്ട് അതിനെല്ലാം കൂടെ ഇളക്കി പ്രിപ്പയർ ചെയ്ത് ഒന്നും കൂടെ തീയൊക്കെ പിടിപ്പിച്ച് അങ്ങ് എടുത്ത് എന്നിട്ട് വേണം നമ്മുടെ ടേബിളിലോട്ട് കൊണ്ട് വയ്ക്കാനായിട്ട്. അപ്പോൾ ഞാൻ പുറത്ത് അക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ ഇതൊക്കെ കണ്ട് മണം പിടിച്ചൊക്കെ നിൽക്കുന്ന എൻ്റെ ക്യാമറമാൻ്റെ അവസ്ഥയാണ് ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഐറ്റം ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ ഇങ്ങനെ എടുത്ത് പാത്രത്തിലോട്ടൊരു വയ്ക്കലുണ്ട്. നോക്കിക്കേ, പാത്രത്തിലേക്ക് ഇങ്ങനെ എടുത്തിടുമ്പോൾ തന്നെ അതിൻ്റെ ആ കളറും കോമ്പിനേഷനും ഒക്കെ കൂടെ കാണുമ്പോഴേ വായിൽ വെള്ളം വരികയാണല്ലേ. കുറച്ച് വെളുത്തെള്ളും കൂടെ സെസമി സീഡ്സ് വൈറ്റ് അതിങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് മല്ലിയിലേക്ക് വെച്ച് ഇങ്ങനെ അലങ്കരിച്ച് നല്ല കുട്ടപ്പനായിട്ട് നമ്മുടെ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു നമ്മുടെ ഡ്രാഗൺ ചിക്കന്. അപ്പോൾ നഫൂറയിലെ ഡ്രാഗൺ ചിക്കനും വൈറ്റ് സോസ് പാസ്ത നമ്മൾ ഓൾറെഡി ടേസ്റ്റ് ചെയ്തു. ഇനി അടുത്ത ഐറ്റം എല്ലാവരും നമുക്ക് സജസ്റ്റ് ചെയ്തതാണ് ഡ്രാഗൺ ചിക്കൻ. ഇനി ഇതൊന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. അങ്ങനെ നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് ഈ പറയുന്ന 2 ഐറ്റം കൂടെ ഇനി മിച്ചമുള്ളൂ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഈ പറഞ്ഞ 3ാമത്തെ ഐറ്റം എന്താണെങ്കിലും പ്രിപ്പറേഷൻ ലെവലിൽ കാണിക്കാൻ പറ്റില്ല. കാരണം ഇത് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. വേറൊന്നുമല്ല, നല്ല ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണ്. ടേസ്റ്റ് ഒക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം, വെയിറ്റ് ചെയ്യട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് എന്തായാലും 2ാമത് പ്രിപ്പയർ ചെയ്ത് വെച്ച നമ്മുടെ ഡ്രാഗൺ ചിക്കൻ ഇങ്ങനെ ഫോർക്ക് കൊണ്ട് കുത്തി ഇങ്ങനെ എടുത്ത് പ്ലേറ്റിലോട്ട് വെക്കാം. എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി വലിയ കഷ്ണമാണ്, എൻ്റെ ലിപ്സ്റ്റിക്ക് പോകും, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ പകുതിയാക്കി ഇങ്ങനെ 2 കഷ്ണമാക്കിയിട്ടാണ് കഴിച്ച് നോക്കുന്നത്. ആഹാ, ഞാൻ കഴിക്കുന്നത് കണ്ടിട്ട് എൻ്റെ ക്യാമറമാൻ്റെ വായിന്ന് വെള്ളം ഊറി. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളുടെ അവസ്ഥയെ എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. വായിന്ന് വെള്ളം അങ്ങോട്ട് ഇറക്കി പിള്ളേരെ. അല്ലെങ്കിലും ഡ്രാഗൺ ചിക്കൻ എന്ന് പറഞ്ഞാൽ അതൊരു 1-1.5 ഐറ്റം ആണല്ലേ. നല്ല കിടിലനായിട്ടുള്ള ഫ്ലേവേഴ്സൊക്കെ ആയിട്ട് നല്ല സോസൊക്കെ ഒഴിച്ച് നല്ല തീയൊക്കെ പിടിപ്പിച്ച് അങ്ങ് മൊരിച്ച് കരിച്ച് എരിച്ച് പോരിച്ചെടുക്കുന്ന അടിപൊളി ഡ്രാഗൺ ചിക്കൻ നമ്മുടെ ഫ്രണ്ടിലോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ലടിച്ച് തുടങ്ങുമ്പോൾ തന്നെ കഴിക്കാനായിട്ട് കൊതി തോന്നി തുടങ്ങും. പിന്നെ ഒട്ടും വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല, അപ്പം തന്നെ ഒരു അക്രമമാണല്ലേ. അപ്പോൾ ആ ഒരു സംഭവം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഐറ്റം നമ്മുടെ ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയാണ്. നല്ല കിടിലനൊരു മുട്ട പുഴുങ്ങി ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. നല്ല നറുനെയിൽ വെന്ത് വന്നിരിക്കുന്ന നല്ല അടിപൊളി ബിരിയാണി റൈസിൻ്റെ, അത് ഹൈദരാബാദി ചിക്കൻ ബിരിയാണി റൈസിൻ്റെ മണം. ആഹാ, അടിപൊളിയാണ് മക്കളെ. അതൊന്ന് മനസ്സിലേക്ക് വരുത്തി നോക്കിക്കേ, ഉറപ്പായിട്ട് ഇപ്പം തന്നെ ഒന്ന് കഴിക്കണമെന്ന് തോന്നും കേട്ടോ. നല്ല കുറുകുറാന്ന് കുറുകിയ കുക്കുംബർ ചേർത്ത നല്ല അടിപൊളി സലാഡും പിന്നെ 1-ാം തരം മാങ്ങ അച്ചാറും. അച്ചാർ എവിടെ കണ്ടാലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം അല്ലേ. അച്ചാർ നദീന്മാർക്ക് എന്താണെങ്കിലും ആദ്യം ടേസ്റ്റ് ചെയ്യാൻ തോന്നുന്ന അച്ചാർ തന്നെയായിരിക്കും. അപ്പോൾ എൻ്റെ അവസ്ഥ അത് തന്നെ. ഞാൻ അച്ചാറൊക്കെ തൊട്ട് നാക്കി അങ്ങനെ ഇരുന്നിട്ട് മാത്രമേ ബിരിയാണി കഴിച്ചു തുടങ്ങാറുള്ളൂ. അപ്പോൾ നമ്മുടെ കാല് ആദ്യം ഞാനൊന്ന് കടിച്ചു നോക്കിയിട്ട് വെച്ചാണ്. ഒന്നും കൂടെ കടിച്ച് കാണിച്ചു തരാം. നല്ല സോഫ്റ്റായിട്ട് പഞ്ഞി പോലെ മൃദുലമായിട്ട് വെന്ത് തയ്യാറായിരിക്കുന്ന ചിക്കൻ്റെ കാല്. അങ്ങനെ ഈ ചിക്കൻ്റെ കാല് ബിരിയാണിക്കകത്ത് നിന്ന് എടുത്ത് ഇങ്ങനെ കടിച്ച് പറിച്ച് തിന്നുന്നതിൻ്റെ ഒരു രസം അത് വേറെയല്ലേ. അങ്ങനെ കഴിക്കാനൊക്കെ ഇടയ്ക്ക് ചമ്മൽ തോന്നുമെങ്കിലും ഇപ്പം ഇങ്ങനെ കഴിച്ച് എൻ്റെ ചമ്മലൊക്കെ അങ്ങ് മാറി കേട്ടോ. ഇപ്പം ഇവിടുന്ന് എന്ത് കിട്ടിയാലും ആക്രാന്തം പിടിച്ച് തിന്നാൻ ഒരു ചമ്മലും ഇല്ല. അങ്ങനെ
നമ്മുടെ അച്ചാറും സലാഡും ഒക്കെ കൂടെ കൂട്ടി കുഴച്ച് നല്ല അടിപൊളി ഹൈദരാബാദി ചിക്കൻ ബിരിയാണി ടേസ്റ്റ് ചെയ്ത് അതിൻ്റെ ഫാനായി മാറിയിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ഈ ഫാൻ എന്ന് പറഞ്ഞ് ഈ ചൂട് കാലത്ത് സ്നേഹം എന്തിനാണ് ഇങ്ങനെ തള്ളുന്നത് എന്നാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ അല്ല ചോദ്യമെങ്കിൽ അത് തെറ്റിപ്പോയി. ദേ തണുപ്പിക്കാനായിട്ട് നമ്മുടെ മൊജിറ്റോ എത്തിയിട്ടുണ്ട്. അപ്പോൾ നഫൂറ സ്പെഷ്യൽ മൊജിറ്റോ, ഇത് വാട്ടർമെലൺ ഫ്ലേവർ ആണെന്ന് തോന്നുന്നു. എന്തായാലും മൊജിറ്റോ എന്ന് പറയുന്ന ഐറ്റം ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടും. എന്നാൽ എനിക്കത്ര ഇഷ്ടമുള്ള സാധനം അല്ലാത്തതുകൊണ്ട് മൊജിറ്റോ ഞാൻ കുടിച്ചില്ല. അത് കുടിച്ചത് എൻ്റെ മൊജിറ്റോ ഫാനായിട്ടുള്ള ക്യാമറമാൻ മിസ്റ്റർ പ്രമോദ് ആൻ്റണിയാണ് കേട്ടോ. പക്ഷേ ഈ മൊജിറ്റോനെ കാണുമ്പോൾ എന്ത് സുന്ദരനല്ലേ, ഓരോ ലെയറായിട്ട് ഇങ്ങനെ ആ കളറൊക്കെ മിക്സപ്പ് ചെയ്ത് മേലോട്ടൊക്കെ ഇങ്ങനെ ഒരു ഷെയ്ഡായിട്ട് വന്നേക്കുന്ന കാണാനും രസമായിരുന്നു. പക്ഷേ ഇവന്മാരെ ഇളക്കി വന്നപ്പോൾ ഇതേ നാരങ്ങ തലകറിഞ്ഞ് താഴെ വീണു. ഞാനിങ്ങനെ സ്ലിം ആയിട്ടിരിക്കണതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഐസ്ക്രീമും ഷേക്കും ചോക്ലേറ്റും അങ്ങനെയുള്ള മധുര പലഹാര ഐറ്റംസും ഒക്കെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഓർഡർ ചെയ്തത് നമ്മുടെ നഫൂറ സ്പെഷ്യൽ ആയിട്ടുള്ള ചോക്കോ ഹാസൽനട്ട് ഷേക്കാണ് കേട്ടോ. തിക്കായിട്ടുള്ള നല്ല അടിപൊളി ഐസ്ക്രീം മാത്രം ഇട്ടുണ്ടാക്കിയ പാല് ചേർക്കാത്ത ഷേക്ക്. അപ്പോൾ ഈ ഹാസൽനട്ട് ഷേക്ക് തന്നെ പോയി ചോദിച്ച് മേടിച്ച് കുടിച്ചിട്ട് അഭിപ്രായം പറയണം. കാരണം വെറുതെ പറയുന്നതല്ല, അതിൻ്റെ ആ ഒരു ഹാസൽനട്ടിൻ്റെ ടേസ്റ്റും അതിൻ്റെ ഒപ്പം ആ ചോക്ലേറ്റ് മിക്സിങ്ങിൻ്റെ ടേസ്റ്റും ഐസ്ക്രീമിൻ്റെ ഫ്ലേവറും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു തിക്കായിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസിയും കൂടെ വെച്ച് നോക്കി അത് കുടിച്ചു നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു സുഖം. അപ്പോൾ അത് നേരിട്ട് പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ട് എന്തായാലും ഉറപ്പായിട്ടും അതിൻ്റെ ഫോട്ടോ സഹിതം ഇതിൻ്റെ താഴെ വന്ന് കമൻറ്റ് ചെയ്യുന്നവർക്ക് ഒരു പ്രത്യേക സമ്മാനം ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മോളിൽ കൂടെ പോയ ഐറ്റംസ് എന്തായിരുന്നു കണ്ടായിരുന്നോ? നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കൻ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു അറ്റ്മോസ്ഫിയറിലിരുന്ന് ഇപ്പം നൈറ്റ് അറ്റ്മോസ്ഫിയർ ആണ്, നോക്കിക്കേ നല്ല കിടിലനായിട്ട് ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് വെച്ചേക്കുന്ന നമ്മുടെ നഫൂറയിലെ വേറൊരു സ്പെഷ്യൽ ഐറ്റം തന്നെയാണ്. പല പാക്കേജസും കോംബോസും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ നഫൂറ വെറും ഒരു നഫൂറ കഫേ അല്ല, എന്തായാലും തീർച്ചയായിട്ടും വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട അടിപൊളി കിടിലൻ വൈബുള്ള ഒരു അടിപൊളി കിണ്ണം കാച്ചി റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞാൽ അതാണ് നഫൂറ. ദേ ഈ നിൽക്കുന്ന ആൾക്കാരൊക്കെയാണ് ഇതിൻ്റെ ഓണേഴ്സ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസ്റ്റോറൻറ്റ് പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിൽ നിന്ന് ബൈ.